ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. പക്ഷെ നമ്മളെ ഫാമിലിയിലെ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ഞങ്ങളെ കസിൻസിൽ മൂത്ത ആളായിട്ടുള്ള ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണിത്. തലേ ദിവസം തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് എത്തിയിട്ട് അന്ന് ഫുഡ് അടിക്കാൻ പോവുകയാണ്. എല്ലാവരോടും ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. ഒരുപാടായി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് കരുതിയിട്ട്, കാരണം അതിന് മാത്രം വീഡിയോ ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ചേരുന്നൊരു മൊമെൻ്റ് ആയതുകൊണ്ട് അതിവിടെ കിടക്കട്ടെ എന്ന് കരുതി. ഫാമിലിയിൽ അത്യാവശ്യത്തിലധികം അംഗസംഖ്യകളുള്ളതുകൊണ്ട് ആ ഹോട്ടലിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണം കഴിച്ച് വയറും നിറച്ച് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ വല്യമ്മയുടെ വല്യച്ഛൻ്റെയും ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളൊരു കേക്കും കൂടി മുറിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു. അത് വിഷു ആണെങ്കിലും ഓണാണെങ്കിലും അതുപോലെ ഇങ്ങനത്തെ വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിലും മാക്സിമം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാൻ നോക്കാറുണ്ട് കേട്ടോ. എല്ലാവരും അവരവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസൊക്കെ ഒരുമിച്ച് കൂടുന്നത് ഒരു പ്രത്യേക തരം ഫീലല്ലേ. പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി. അങ്ങനെ ട്രാൻസിഷൻ വീഡിയോയും ഗെറ്റ് റെഡി വിത്ത് അസും ഒക്കെ കഴിഞ്ഞ് ഒരു നേരമായി. ഇതിനിടയിൽ നമുക്ക് മണവാളിനെ ഒരുക്കാനുള്ളൊരു ചടങ്ങില്ലേ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ കവിത തന്നെ ബ്രൂട്ടീഷൻ പരിപാടി അങ്ങോട്ട് ഏറ്റെടുത്തു. മാക്സിമം എന്തൊക്കെ ചെയ്യാതെ എല്ലാം അവൾ ആ മുഖത്ത് പോയി. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ. എല്ലാരും പോയി വണ്ടി കടിക്കും. അങ്ങനെ ഞങ്ങൾ ഗേൾസ് ടീമായിരുന്നു കല്യാണ പയ്യന്റെ ഒപ്പം. ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയുള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിട്ടാണ് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണ്. പിന്നീട് അങ്ങോട്ട് ചടങ്ങുകളും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സോ ഇനി നമുക്കവിടെ റോളില്ല. ഇനി നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ഞങ്ങളും അങ്ങനെ കപ്പിൾ ഫോട്ടോയും ഫാമിലി ഫോട്ടോയും അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുത്തു. ഇത്രയൊക്കെ പറഞ്ഞ് ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.